വന്നേ കൂടത്തി പാടിക്കൊണ്ടാടി വന്നേ ചുവപ്പണക്ക പെണ്ണിൻ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണകൾ കണ്ടു. തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. കിടക്കടി മഴയ്ക്കൊപ്പമായി അരയാൻ ജനിച്ചതോ പെൺപൊട്ടുകൾ. പെണ്ണു പിഴച്ചതാണിൽ അവൾക്കില്ല മാനാഭിമാനങ്ങൾ, മാനനഷ്ടം. പന്നിയെ പോലെ മുരളുന്നു ചെന്നായ ഭദ്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു. ഷർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ, പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും. മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ. ರಾಘವಾಗನ ಹರಿಶ್ಚಂದ್ರ ಕಾವ್ಯದ ಭಾಗ. ಕಥಾ ಸಂದರ್ಭ ರೋಹಿತಾಕ್ಷನ ಮರಣ. ವಿಷದ ಹೋಗಿ ಹೊಯ್ದು ಹಸುರಾದ ಮೈ, ನೀರಿನೊರೆಯ ಸ್ವರೂಪಗಲ್ಲಂ ಕಂದಿದು ಗುರ್ಕಲ್ ಹರಿದಿರಿ ತರ್ಗುವಿಸುವಗನ್. ಹರಿದು ಹುಲು ಹಿಡಿದ ಹರಹಿದ ಕೈಗಳು ಹುಂಬ ಹುತ್ತುಣ ಹಡೆಯದೆ ಹಸಿದು ಬೆಂಗಡ ತಬಸುರ್ ಅಗಡಗಡ ಮಡಿದ ಗೋಳ್ തിസികുരുളി ഹുടി ഹുക്കു ബരദവായ് വിരസന്തു. നട്പർകളെ ചൊരണ്ടാതെ നട്പ് വീണ്ടും സിന്തനെ കാറ്റാഹ പറപ്പ വീണ്ടും. ആഹായനിരുന്നാലും രുസിക്ക വേണ്ടും. അഴുതാലിൻ പുള്ളിൻ വേർ നനയ വേണ്ടും. ഏകാന്തം നമ്മോട് വസിക്ക വേണ്ടും. எப்போதும் சிரிக்கின்ற உதடு வேண்டும். வேகாத உணவுண்ண பழக வேண்டும். வெறும் தரையில் படுத்தாலும் உறக்கம் வேண்டும். தபகி சமாஉ ஹல்லகும் மின் நாஹிதி قد أمطرت من سهبها كالأرمدي.
في مشكلي لا تجعل العيش حياة الفاسدين കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണലിഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഇല്ല നീ दो कहता पिल्लाए बदन पे उसके रुए अनेक छोटी टांगे लंबी पूछ बोली दाढ़ी काली मूछ मक्खी से वह लड़ता था खड़े खड़े गिर पड़ता था इसकी रचयिता निरंकार देवसेवक चिड़िया का घर चिड़िया लिए चोंच में तिनका चली बनाने घर कौन रहेगा उस घर के अंदर ആരാരോ പാതി തുറന്നു പച്ചിലമേട് പാലാഴിപ്പടവുകൾ കയറി തേരോടും മലകളിറങ്ങി ആരാരോ പാതി തുറന്നു പച്ചിലമേട് പാലപ്പൂ മാല കുരത്ത് പല നാളായി കാത്തിരിക്കും തീരത്തെ തിരുവാതിരയുടെ താളമുണർന്നു. വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, നമസ്കാരം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരോഗ്യമില്ലാതെ മറ്റെന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ശുചിത്വശീലം പാലിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശുചിത്വം. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ശുചിത്വം പ്രധാനമാണ്. ഇത് എല്ലാവർക്കും വേണ്ട ഒരു അടിസ്ഥാന ഗുണമാണ്. ആരോഗ്യവും ശുചിത്വവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പല രോഗങ്ങളും നല്ല ശുചിത്വശീലങ്ങൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. രണ്ടു നേരം ഇടയ്ക്കിടെയുള്ള കൈ കഴുകുക, വൃത്തിയുള്ള പരിസരം. Studying the school for 3 years and it feels like my second home. Teachers are just like our parents, loving, caring, and always support us. The classes are pre-primary to 5th class. For pre-primary children, there is a beautiful. വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇതേക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെച്ചുതരാം. ലഹരി എന്ന സാമൂഹിക വിപത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. എങ്കിലും മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് because it is a place where I grow, learn and have fun. Thank you. ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് തേന്മാവ് എന്ന പാട്ടാണ്. എനിക്ക് മുന്നൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീട്ടിൽ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്, എന്നുടെ വീട്ടിൽ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്. 1 2 3 4 5 കുഞ്ഞുങ്ങൾ, വാലുമില്ല ചിറകുമില്ല, കാല് രണ്ടുണ്ട്, കോഴിക്കുങ്ങൾ, കറുത്തതുണ്ട് വെളുത്തതുണ്ട് പുള്ളിയുമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ. അണ്ണാര കണ്ണ പുന്നാര കുട്ട ഇന്നു നീ അങ്ങോട്ടാ, വാരക്കുലക്കുമ്പിൽ തെന്നു പോകുന്ന പോക്കാണോ. അണ്ണാര കണ്ണ പുന്നാര
വാഴക്കുട്ട ഇന്നു നീ അങ്ങോട്ടാ വാഴക്കുലക്കുമ്പ് ചെണ്ടുവാൻ പോകുന്ന പോക്ക് നാളെ കോഴി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞു 1 2 3 4 5 കുഞ്ഞുങ്ങൾ കറുത്തതുണ്ട് വെളുത്തതുണ്ട് പുള്ളിയുമുണ്ട് വാലുമില്ല ചെറുകുമില്ല 2 കാലുകൾ തട്ടി 4 കാലം കെട്ടി ഡോറിലിട്ടു തട്ടി ഡോറ് വന്ന് മുട്ടി 8 രൂപ നഷ്ടം ചങ്ങാതള്ളിപ്പരം തിന്നാൻ മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവിൽ പറഞ്ഞ് വാലി കാണാതെ ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു ചങ്ങാതരി കറക്കാൻ പോയി തിരികെ വന്നപ്പോൾ കുട്ടിയെ കാണാതെയും പോയി അവൻ അവിടെ നോക്കി കണ്ടില്ല അവൻ ഇവിടെ നോക്കി കണ്ടില്ല അവൻ അവിടെ മാത്രം നോക്കി കണ്ടില്ല അവൻ മഴ മഴയത്ത് നനയണ കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് പെയ്യണ മണ്ണ് കുളിരണ മഞ്ഞത്ത് തണുക്കണ കുടയില്ലാത്ത കുട്ടിയോള് മഴ പെയ്യണ കുട നിറയണ മഴയത്ത് നനയണ കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് പെയ്യണ മണ്ണ് കുളിരണ മഞ്ഞത്ത് തണുക്കണ പുതപ്പില്ലാത്ത കുട്ടിയോള് മഴയത്ത് നനയണ കുടയില്ലാത്ത കുട്ടിയോള് മഴ പെയ്യുന്ന പുഴ നിറയുന്ന മഴയത്ത് നനയുന്ന കുടയില്ലാത്ത കുട്ടിയോള് കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുന്നു ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുന്നു അതാ കണ്ടു മാവിൻ കൊമ്പിൽ കാക്ക കൂടുന്നു അവൻ കല്ലു പെറുക്കി കാക്ക കൂട്ടിലെറിഞ്ഞു അമ്മേ കാക്ക കൊത്തി ചടകട കുട്ടോളം കേറിയല്ല ചടനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല അരയോളം കേറിയല്ലോ ചടനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല വയറോളം കേറിയല്ലോ ചടനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല ചാണനുറുമ്പ് മുട്ടാളം കേറിയല്ലോ ചാണനുറുമ്പ് തോത്തിട്ടും പോകുന്നില്ല തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല അരയോളം കേറിയല്ലോ ചാണനുറുമ്പ് തോത്തിട്ടും പോകുന്നില്ല ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലും ആലോലം പൊന്നിൻ തോണി ഏലേലം കടവത്തൊരു തോണി കിളിമകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ നീ വരുമോ എൻ്റെ നാടു കാണാൻ നീ വരുമോ എൻ്റെ നാടു കാണാൻ നീ വരുമോ എൻ്റെ നാടു കാണാൻ പച്ചക്കുരുത്തോല പന്തലുണ്ട് നല്ല പച്ചക്കിളികൾ തൻ ഗാനമുണ്ട് പച്ചക്കുരുത്തോല പന്തലുണ്ട് നല്ല പച്ചക്കിളികൾ തൻ ഗാനമുണ്ട് ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം
ആലോലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി താനെ അതിൽ വിധി പേടും താനെ പൂവിലെ വീഴും താനെ താരം വെണ്ടിട്ടുറച്ചവൻ വീരുത്താനെ ജനകളെ പകുത്താനെ അവശയമാടുത്താനെ സമയത്തിൽ പുലി ഹംസയുടെ ദൂരം പടകൊടു താളൻ ദൂരം കുനിവിലെ നീലെ ദൂരം തള്ളേബി സൈഫിൽ പൊട്ട് എതിർത്താനെ തള്ളേബി സൈഫിൽ പൊട്ട് എതിർത്താനെ കനവുടെ പോരുളാണ് ഒരജലവരാണ് മൊയ്ത് മുസ്ലിയാർ സഫലമാലിൽ നിന്നും ഏതാനും വരികൾ ഇശൽ ആദി പരമ്പരനെ സാറ നബി തരുളേ സലിലം വെടിക്കരുളേ സാറ മിൻഹ പൊരുളേ തനിയോ തനി തരുളേ സാറ നബി തരുളേ സലിലം വെടിക്കരുളേ സാറ മിൻഹ പൊരുളേ തനിയോ തനി തരുളേ അരുളാല ഭൂപതി വിട്ട് സൽപ്പതി ചേർന്നത് ബാത്താസുരൻ അരുളാല ഭൂപതി വിട്ട് സൽപ്പതി ചേർന്നത് ബാത്താസുരൻ മധുരിക്കും ഒരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ ലോകം കൊടുക്കല്ലേ ഇത് ലോകം കളയല്ലേ നരകം നീ തേടില്ലേ കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ ജന്നത്തിൻ വഴിയാതെന്ന് വെള്ളാരം കല്ലാവനമല്ലേ. ഇന്ന് നമ്മൾ ഏറെ സംസ്കാര സമ്പന്നരാണ്. എന്നാൽ സ്ത്രീകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രായഭേദമന്യേ ഏവരെയും അതിക്രൂരമായി മൃഗീയമായി വേട്ടയാടപ്പെടുന്നു. അത്തരമൊരു നേർക്കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അമ്മ വാ, നമുക്ക് ഇഞ്ചക്ഷൻ പേടിയാ അമ്മ, നമുക്ക് വീട്ടിൽ പോവാം അമ്മ. അമ്മയില്ലേ മോളുടെ കൂടെ, പിന്നെ എന്തിനാ മോള് പേടിക്കുന്നേ? ഡോക്ടർ ആൻറ്റി പാവ അല്ലേ, നോക്കിക്കോ. മോളിങ് വന്നേ, ഇവിടെ ഇരുന്നേ. മോക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഡോക്ടർ ആൻറ്റി ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരു കെട്ടുറുമ്പൊന്ന് കടിച്ചേ. മോക്ക് വേദനിച്ചോ? ഇല്ല ഡോക്ടർ ആൻറ്റി, എനിക്ക് വേദനിച്ചില്ല. അമ്മ എനിക്ക് വലുതാകുമ്പോ ഡോക്ടറായാൽ മതി. ധനികനാണ്. ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥാപ്രസംഗത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും. ശവം തീനി കഴുകന്റെ രൂക്ഷഭാവം, പശി തീർക്കുവാനുള്ള ആർത്തദാഹം, ചത്തോ ചരിഞ്ഞൊരു കുഞ്ഞുദേഹം, കൊത്തി വലിക്കുവാൻ കണ്ണും നട്ട്. ഈ കഥ നടക്കുന്നത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഭൂരിഭാഗവും മനുഷ്യർ അസ്ഥികൂടങ്ങൾ, ശരീരത്തിൽ ചെറിയ തുടുപ്പുണ്ടെന്നേ ഉള്ളൂ. സുഡാൻ, എത്തിയോപ്യ, അയോൾ ഇവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥയാണിത്. പ്രിയരെ, 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാർച്ച് മാസം, അതെ 1993, ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം. എന്തുവാ മച്ചാ, രാവിലെ കള്ളും കുടിച്ചിട്ട് അങ്ങ് ഇറങ്ങും. ഇത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കണം. ഒരു JCB-കാരൻ കൂടെ വാ, പാട്ടുപാടാൻ കൂടെ വാ, നാട്ടുവഴി കാത്തു നിൽക്കും കൂട്ടുകാരാ കൂടെ വാ.